വയനാട് അമ്പലവയൽ തോമാട്ടുചാലിൽ ആദിവാസി യുവാവിന്റെ മരണം മർദ്ദനത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണെന്ന് പോലീസ്. മലയച്ചൻ കൊല്ലി ഉന്നതിയിലെ ബിനുവാണ് മരിച്ചത്. സംഭവത്തിൽ ബന്ധുവും അയൽവാസികളും ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണമായത്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ഈ ബിനുവിന്റെ മരണം കൊലപാതകമാണ് എന്ന് തെളിയുകയാണോ? എന്താണ് ഇതിൽ പോലീസ് പറയുന്നത്? സുർജിത്ത്, കേൾക്കാമോ? എനിക്ക് ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സുർജിത്തിലേക്ക് നമുക്ക് വീണ്ടും റീകണക്ട് ചെയ്യാം. സുർജിത്തിനെ നമുക്ക് വയനാട് അമ്പലവയലിൽ നിന്നാണ് സുർജിത്ത് വിവരങ്ങൾ നൽകാൻ പോകുന്നത്. തോമാട്ടുചാലിൽ ആദിവാസി യുവാവിന്റെ മരണം മർദ്ദനത്തിൽ പരിക്കേറ്റതിനെ തുടർന്നാണെന്ന് പോലീസ് പറയുന്നു. മലയച്ചൻ കൊല്ലി ഉന്നതിയിലെ ബിനുവാണ് മരിച്ചത്. സംഭവത്തിൽ ബന്ധുവും അയൽവാസികളും ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായിട്ടുണ്ട്. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് ഈ കാര്യത്തിൽ നൽകുന്ന ഒരു വിശദീകരണം. എന്താണ് ബിനുവിന്റെ മരണത്തിലേക്ക് കലാശിച്ചത്? അത് ആ അർത്ഥത്തിൽ കൊലപാതകമായിരുന്നു, അങ്ങനെയാണോ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതിന്റെ വിശദാംശങ്ങളാണ് നമുക്കറിയാനുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധി വയനാട്ടിൽ നിന്നുമുണ്ട് വിവരങ്ങളുമായി. സുർജിത്ത്, ഇത് ബിനുവിൻ്റേത് കൊലപാതകമാണ് എന്നാണോ പോലീസ് പറയുന്നത്? ഗോപി, തീർച്ചയായും ഇത് കൊലപാതകം എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബന്ധുക്കളടക്കം 3 പേരെയാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു സംഘർഷമാണ്. അത് മദ്യപാനത്തെ ചൊല്ലിയുള്ള സംഘർഷം എന്നുള്ള തരത്തിലാണ് പോലീസ് പറയുന്നത്. അതായത് ഈ ബിനു മദ്യപിച്ച ശേഷം ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ മലയച്ചൻകൊല്ലി എന്ന് പറയുന്നത് നെല്ലാറച്ചാൽ അടുത്തുള്ള ഒരു ഉന്നതിയാണ്. ഇതിനടുത്താണ് ഈ ഒരു സംഘർഷം ഉണ്ടായത്. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഈ മരിച്ച ബിനുവിന്റെ സഹോദരി ഭർത്താവ് വിനോദ്, അയൽവാസികളായിട്ടുള്ള പ്രശാന്ത്, പ്രജിൽദാസ് എന്നിവരെയാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അതേ തുടർന്ന് ഈ മൃതദേഹം തൊട്ടടുത്തുള്ള കാപ്പിത്തോട്ടത്തിലാണ് അവശനിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. ആദ്യഘട്ടത്തിൽ ഈ മൃതദേഹം കണ്ടപ്പോൾ അത് അമിതമായി മദ്യപിച്ചതിനെ തുടർന്നാണ് മരണം എന്നുള്ള തരത്തിൽ ഒരു വിവരത്തിലേക്കാണ് പോലീസ് എത്തിയത്. പക്ഷേ ഇതേ തുടർന്ന് പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് ശരീരത്തിൽ മർദ്ദനമേറ്റതായിട്ടുള്ള സൂചനകൾ ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി എന്താണ് ഇതിലേക്കുള്ള കാരണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ പേർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. അതായത് തർക്കമുണ്ടായിട്ടുണ്ട്. അത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. മദ്യപാനത്തിൽ തുടർന്നുണ്ടായിട്ടുള്ള തർക്കമാണ്. അതാണ് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. അമ്പലവയൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.